നിത്യ, ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ എപ്പോഴും തുടങ്ങുമ്പോൾ പറയും, കാരണം രണ്ടാമത്തെ എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള ഒരു ചെറിയ അഭിപ്രായം പറയും. എന്നാലല്ലേ എന്താണ് ഒരു ആർട്ടിസ്റ്റിന് ഒരു രസം വരത്തുള്ളൂ, ഒരു സുഖം വരത്തുള്ളൂ. ഇത് സൂചിപ്പിക്കാൻ പറയുന്നതല്ല, പാട്ടുകളൊക്കെ വളരെ നന്നായിരുന്നു എന്ന് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു. സോ എനിഹവ് കൺഗ്രാറ്റ്സ്, ഗോഡ് ബ്ലെസ് യു. നമ്മൾ സവാരി ഗിരിഗിരി എന്ന അടുത്ത സെഗ്മെന്റിലോട്ട് നമ്മൾ കയറുകയാണ്. റെഡി അല്ലേ? റെഡി റെഡി. സവാരി ഗിരിഗിരി. 4 ചോദ്യങ്ങളാണ് സവാരി ഗിരിഗിരി. അത് കഴിഞ്ഞാൽ ഫൈനൽ രാജമാണിക്യം. എന്താണ് ഇഷ്ടപ്പെട്ട താരം? മമ്മൂക്കയുടെ രാജമാണിക്യം. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. മിന്നാരം എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? എ ബേബി, ബി ബോബി, സി ഷോബി. ഷോബി എന്തായാലും ഷോബി അല്ല. ബേബിയും ബോബിയും. ബേബി ബോബി. ബേബി ചായ എന്ന് വിളിക്കുന്നത് വേണു നാഗവല്ലിയുടെ ക്യാരക്ടറാണ്. അപ്പം ബോബി. ബി ബോബിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബി ബോബിയെ ഞാൻ എടുത്തിട്ട് വരിഞ്ഞങ്ങ് മുറുക്കി അവിടെ കിടക്കട്ടെ. പിന്നെ ഞാൻ ഫാമിലിയെ പറ്റി ചോദിച്ചില്ല. വീട്ടിൽ അച്ഛൻ, അമ്മ, സിസ്റ്റർ ഇല്ല. സിസ്റ്ററാണ് ഫിൻലാൻഡില്. അല്ല, സിസ്റ്റർ ഉണ്ട്, ഫിൻലാൻഡിലാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇപ്പോഴും വീട്ടിലാണോ? എറണാകുളത്ത്. അവിടെ ആരൊക്കെയാണ്? എറണാകുളത്ത് ഇടയ്ക്ക് പേരൻസ് വന്നും പോയിരിക്കുകയാണ്. ട്രിവാൻഡ്രത്താണ് സെറ്റിൽഡ്. പക്ഷെ എന്നാലും ഇടയ്ക്ക് കൊച്ചിയിൽ എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വരാറുണ്ട്. പിന്നെ ഞാൻ മാരീഡാണ്. അത് ശരി. ഞാന് നിത്യയുടെ അങ്ങനെ വിശേഷങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് എനിക്ക് തോന്നുന്നു വെളിയിൽ എല്ലാവർക്കും അറിയില്ലെന്ന് തോന്നുന്നു. അറിയില്ല. അപ്പം ഏത് വർഷമാണ് മാരീഡ്? 1.5 വർഷമായി. 1.5 വർഷമായി. അപ്പൊ ഹസ്ബൻഡിന്റെ പേരെന്താണ്? ഹസ്ബൻഡിന്റെ പേര് വിവേക് ഫ്രാൻസിസ്. വിവേക് ഫ്രാൻസിസ് എന്ത് ചെയ്യുന്നു? അദ്ദേഹം പ്രോജക്ട് മാനേജറാണ്. എവിടെ? അദ്ദേഹം കോയമ്പത്തൂർ ബേസ്ഡ് ആണ്, പക്ഷെ തൃശ്ശൂർക്കാരനാണ്. മലയാളിയാണ്. ഞാൻ കോളേജിൽ കണ്ടുമുട്ടിയതാണ്. എങ്ങനെ? എന്റെ സീനിയർ ആയിരുന്നു കോളേജില്. ബാംഗ്ലൂർ. അതാണ് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞായിരുന്നു കേട്ടോ. ഇതുപോലെ ബാംഗ്ലൂർ ഏതോ ഒരു സ്ഥലത്ത് നിത്യം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചോദിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടെൻഷനായിട്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിച്ചിട്ട് എന്തിനാണ് അങ്ങനെ ഒരു വെറുതെ അത് പ്രശ്നമാക്കുന്നത് ചോദിച്ചു. ഒരു നിത്യ ഒരു പയ്യനുമായിട്ട് ഒരു 2 വർഷം മുമ്പ്, 2-3 വർഷം മുമ്പ് ബാംഗ്ലൂർ ഇങ്ങനെ ബൈക്കിൽ അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ട്. എന്നിട്ട് ഏതോ അവിടുത്തെ ഒരു പേര് കേട്ട റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, കാരണം പുള്ളിക്കാരി ഇവിടെ ആണല്ലോ, ട്രിവാൻഡ്രമാണെന്ന് പറയുന്നു, പിന്നെ എറണാകുളത്ത് പാടുന്നു. അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൂടാ. അപ്പം അത് തന്നെയാണോ ഇത്? ആയിരിക്കണം. അല്ല, ആയിരിക്കണമെന്നോ? അല്ല, ആണ്. ഓക്കെ. ആദ്യമായിട്ട് ഫ്രാൻസിസിന് പാടിക്കൊടുത്ത പാട്ട് ഏതാണ്? ദിൽ ഖേലേ और जीने को क्या चाहिए, हाँ तू मिले दिल खिले और जीने को क्या चाहिए, ना हो तू दास तेरे पास पास मैं रहूंगी जिंदगी भर, ना हो तू दास तेरे पास पास मैं रहूंगी जिंदगी भर, सारे संसार का प्यार मैंने तुझे में पाया, तू मेरे दिल खिले और जीने को क्या चाहिए. ഇത് എവിടെ വെച്ചാണ് പാടിയത്? ബാംഗ്ലൂർ. മനസ്സിലായി. എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ പാടുന്നതിന്റെ ഒരു സിറ്റുവേഷൻ? പാർക്കിലാണോ? ഇല്ല, കോളേജിൽ ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ പാടുമ്പോൾ അപ്പം അദ്ദേഹം അവിടെ നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതായിരിക്കും വൺ ഓഫ് ദ ഫസ്റ്റ് ടൈം എന്നെ കാണുന്നത്. അപ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ചിലപ്പം ഈ ഒരു പാട്ട്. അപ്പൊ ഈ പാട്ട് പാടിയത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പാടിയെന്ന് പറഞ്ഞു. കാരണം ആ സമയത്ത് നോക്കിയപ്പോ ഫ്രണ്ടിൽ പുള്ളി നിൽക്കുന്നു, എങ്കിൽ നിനക്കിരിക്കട്ടെ, ഒരു തൂമിലേ നിനക്കിരിക്കട്ടെ മോനെ, നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെയാണ് ഫ്രാൻസിസിനെ പാട്ടിലാക്കിയത്. പാടിപ്പാട്ടിലാക്കി അല്ലേ?
പാവം പെട്ടുപോയി. അപ്പൊ നിത്യ ക്രൂരയാണ്? ഇല്ലെന്നേ, അത് പുള്ളിയല്ലേ പറയണ്ടേ, ഞാനല്ലല്ലോ. എന്തായാലും സന്തോഷമായിട്ടിരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, ബി ബോബി. ബോബി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്.